നായരമ്പലം പഞ്ചായത്തിലെ കടപ്പുറം നിവാസിയും തേവര എസ് കോളേജിലെ 3-ാം വർഷ ആനിമേഷൻ കോഴ്സ് വിദ്യാർത്ഥിയുമായ വടക്കേടത്ത് ആഷിഖ് അനിൽ വാഹനാപകടത്തിൽപ്പെട്ട് അബോധാവസ്ഥയിലായി. വൈക്കം ബ്രെയിൻ ആൻഡ് സ്പെയിൻ ആശുപത്രിയിൽ മാസങ്ങളായി ചികിത്സയിലാണ്. അബോധാവസ്ഥയിലായ ഈ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ലക്ഷങ്ങളുടെ ചികിത്സ ആവശ്യമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നു. ഒരു ദിവസത്തെ മരുന്നിന്റെ ചിലവ് മാത്രം ആയിരങ്ങൾ വരും. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന മത്സ്യത്തൊഴിലാളിയായ ആഷിഖിന്റെ അച്ഛൻ അനിലിന്റെ ഏക വരുമാനമാണ് ഈ കുടുംബത്തിന്റെ ഏക ആശ്രയം. നിത്യച്ചിലവും ആഷിഖിന്റെ ചികിത്സയും നടത്തിക്കൊണ്ടു പോകുവാൻ ഏറെ ബുദ്ധിമുട്ടുകയാണ് ഈ കുടുംബം. പൊതുപ്രവർത്തകനും കോൺഗ്രസ് നേതാവുമായ വി.എസ്. സോളിരാജ് ഈ കുടുംബത്തിന്റെ ദുരവസ്ഥ അദ്ദേഹത്തിന്റെ ഫോറൻസിലുള്ള വിദേശ മലയാളി അസോസിയേഷൻ ഭാരവാഹിയും സുഹൃത്തുമായ രാജു ജോയിയെയും ഷിബു പുളിക്കലിനെയും അറിയിക്കുകയുണ്ടായി. ഫോറൻസ് മലയാളി അസോസിയേഷൻ അവിടെ ക്രിസ്മസ് കരോളിന് പോയി സ്വരൂപിക്കുന്ന തുക നാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. സോളിരാജിന്റെ അഭ്യർത്ഥന മാനിച്ച് ഇത്തവണ സ്വരൂപിച്ച തുകയുടെ ഒരു ഭാഗം 50,000 രൂപയുമായി അസോസിയേഷൻ സെക്രട്ടറി ഷിബു പുളിക്കൽ നായരമ്പലം പഞ്ചായത്ത് ഓഫീസിൽ എത്തിച്ചേർന്നു. നായരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് നീതു വിനോദിന്റെയും നായരമ്പലം വാടയിൽ സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ ഡെന്നി പെരുങ്ങോടിന്റെയും ഏൽപ്പിച്ചു. നായരമ്പലം പഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന ചടങ്ങിൽ വെച്ച് ആഷിഖിന്റെ പിതാവ് അനിൽ വടക്കേടത്തിന് ഈ തുക കൈമാറി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി വർഗീസ്, പഞ്ചായത്ത് അംഗങ്ങളായ എൻ.ആർ. ഗിരീശൻ, ജെയിനി, പ്രമോദ്, മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം പ്രസിഡന്റ് എ.ജി. ഫൽഗുണൻ, എ. ഡഗ്ലസ്, പി.കെ. രാജു, ടി.എൻ. ലെവൻ, രാജേഷ് ചിദംബരൻ, പി.ബി. സുധി, ലിയോ കുഞ്ഞച്ചൻ, ബാസി കുഴപ്പള്ളി, സന്തോഷ് വടത്തറ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ തവണ ക്രിസ്മസ് കരോളിൽ സ്വരൂപിച്ച തുക കൈമാറിയത് പള്ളിപ്പുറം കോൺവെന്റ് പടിഞ്ഞാറേ വശം താമസിക്കുന്ന അബോധാവസ്ഥയിലായിരുന്ന മറ്റൊരു ചെറുപ്പക്കാരനായിരുന്നു.